പ്രതിഭേട്ടാ നമസ്കാരം. നമസ്തേ. ഈ നമ്മൾ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നാരങ്ങ കൊണ്ടുള്ള കുറേ പ്രയോഗങ്ങളുണ്ട്. കല്ലുപ്പ് കൊണ്ടുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും മന്ത്രങ്ങൾ ജപിച്ചാൽ നമുക്ക് നെഗറ്റീവ് എനർജിയിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും? ചിത്ര, ഇന്ന് നല്ലൊരു ക്വസ്റ്റ്യനാണ്. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സംഭവമാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് എന്താ പറയുക, ദൈവജ്ഞന്മാരാണെങ്കിലും പൂജാരിമാരാണെങ്കിലും തിരുമേനിമാരാണെങ്കിലും ഒരുപാട് മന്ത്രങ്ങൾ ഉപദേശിച്ച് കൊടുക്കാറുണ്ട്. അതെല്ലാം അവർക്ക് ഫോളോ ചെയ്യാം. അതിനേക്കാളും അപ്പുറം ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ നമുക്കൊരാളെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഒരു സോഴ്സാണ് ഈ ടിബറ്റൻ മോങ്സ് ഫോളോ ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. ടിബറ്റൻ ബുദ്ധാചാര്യന്മാർ, ടിബറ്റൻ ബുദ്ധിസ്റ്റ് ഫോളോ ചെയ്യുന്നൊരു മന്ത്രമുണ്ട്. ഏറ്റവും പവർഫുൾ മന്ത്രമാണ്, വേൾഡിൽ തന്നെ ഏറ്റവും പവർഫുള്ളാണ്. ജസ്റ്റ് കേട്ടാൽ മനസ്സിലാവും. ഇത് 3 മെട്രിക്സിലാണ് അവർ ഫോളോ ചെയ്യുന്നത്. ശരിക്കും ഈ ഓംകാരം എന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ നാദമാണ് അല്ലേ. ഈ ഓംകാരം ശരിക്കും ഹിന്ദു മതത്തിലുണ്ട്, ജൈനിസത്തിലുണ്ട്, ബുദ്ധിസത്തിലുണ്ട്, എല്ലാത്തിലുമുണ്ട്. സോ അപ്പോൾ ഇതൊരു ഈ ഓംകാരത്തിനെ ഇവരൊരു മെട്രിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവർ ഒരു സിസ്റ്റം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരെപ്പോൾ ചെയ്തു കഴിഞ്ഞാലും ഭയങ്കരമായ ബലം കിട്ടും, ഭയങ്കര റിസൾട്ടാണത്. അത് ഓം അം ഹ്രൂം എന്നാണ്. ഓംകാരം നമ്മൾ നോർമലി ജപിക്കുന്ന പോലെ ഇങ്ങനെ നീട്ടി നമുക്ക് ജപിക്കാം, നോർമലി ജപിക്കുന്ന പോലെ ജപിക്കാം. അതുപോലെ തന്നെ അമ്മിന് അടയാളം വേണമെന്ന് തന്നെ ഇല്ല, പറഞ്ഞു നിർത്താം. ആ ഹ്രൂം, ഓം ആ ഹ്രൂം. അപ്പോൾ ചിലവർ അമ്മായിട്ടും ജപിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ആക്ച്വൽ പ്രൊണൗൺസിയേഷൻ ഓം ആ ഹ്രൂം എന്നുള്ളതാണ്. ഇത് ബുദ്ധിസ്റ്റുകാരുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണ്. ഏത് സമയത്ത് വേണോ നമുക്ക് ജപിക്കാമെന്നുള്ള പ്രത്യേകിച്ച് സമയമോ കാര്യങ്ങളൊന്നുമില്ല. നെഗറ്റീവ് എലമെൻറ്റ്സ് നമ്മളെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ നെഗറ്റീവ് ആണെങ്കിലും ഭയങ്കര പോസിറ്റീവ് ആവുന്നുള്ളതാണ്. ഇതിന്റെ ഈ സൗണ്ടിന്റെ അപ്പോൾ എനർജി എങ്ങനെയാണ് വരുന്നത്? ഇതിനകത്ത് ഇവർ നമുക്കറിയാമായിരിക്കും, പക്ഷേ അമ്മിന്റെ ഇവർ പറയുന്നത് ഓം ആ ഹ്രൂം എന്നുള്ളതാണ്. ചില ആൾക്കാർ, ഞാൻ മോങ്സുമായിട്ടിരിക്കുമ്പോൾ ഇവർ അതിനെ പല മെട്രിക്സ് ചെയ്യും. അതായത് 11:11:11, 21:21:21, 41:41:41, അതായത് 11 ടൈംസ് ഓം കണ്ടിന്യൂസ് ജപിക്കും. എന്നിട്ട് 11 ടൈംസ് ആ ജപിക്കും. അതിനുശേഷം 11 ടൈംസ് ഹ്രൂം ജപിക്കും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിന് 1:1 എന്നുള്ള മെത്തേഡിൽ ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് 108 പ്രാവശ്യം എല്ലാ ദിവസവും ജപിക്കുകയാണ്. പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, ഏത് സമയത്തുള്ള ജപിക്കാം. അത് ഈ ജപിച്ച് കഴിയുമ്പോൾ ഇവർക്കൊരു ചൈതന്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നോർമലി ഒരു ജപമുള്ള ഒരാളിനെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും, അവർക്കൊരു ഓറ ഉണ്ടാവും, ഒരു ക്ലെൻസ്ഡ് ആയിരിക്കും. പക്ഷേ ഇത് ജപിച്ച് കഴിയുമ്പോൾ ഇവർക്ക് ബോഡിയിൽ ഒരു ഫ്രീക്വൻസി, എസ്പെഷ്യലി ഓംകാരം നമ്മൾ എത്ര പ്രാവശ്യം ജപിച്ചാലും നമുക്ക് ആ ഫ്രീക്വൻസി ഉണ്ടാവും. പക്ഷേ ഓമിനോട് കൂടി ഈ പറയുന്ന 2 അക്ഷരങ്ങളും കൂടെ ജപിക്കുമ്പോൾ ഭയങ്കരമായ മാറ്റം വരും. ഒരു 41 ഡേയ്സൊക്കെ കണ്ടിന്യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അവർക്ക് മാറ്റം അറിയാൻ പറ്റും. പക്ഷേ ഇന്നിപ്പം ഞാൻ ഒരു പ്രാവശ്യം ജപിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് വരുന്ന നെഗറ്റീവ് എനർജി പോവുകയൊന്നുമില്ല. ഈ ഒരുവിധം നമ്മളെ ഇന്ന് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവാണ്. പല എലമെൻറ്റ്സ് ഉണ്ട്, പല പേരിൽ, പല സെഗ്മെൻറ്റേഷനിൽ, പല കാറ്റഗറിയിൽ. അപ്പോൾ അത് പേടിപ്പെടുത്തലുകളായി മാറാം, അല്ലെങ്കിൽ ഉണ്ട് പക്ഷെ നമ്മൾ കാണാതെ പോകുന്നതായിരിക്കാം. പക്ഷെ എന്നാൽ പറയാൻ പേടി. എന്ത് നെഗറ്റീവ് എനർജി ആണെങ്കിലും ഒരു പരിധി വരെ ഇത് ജപിക്കുകയാണെങ്കിൽ നമ്മളെ ബാധിക്കില്ല എന്ന് പറയും. എസ്പെഷ്യലി ശിവോഹം പ്രൊട്ടക്ഷൻ ഇടുന്ന ഒരാൾ ഇത് ജപിക്കുകയാണെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ്റെ പവർ മനസ്സിലാക്കാൻ പറ്റും. കാരണം ശിവോഹം പ്രൊട്ടക്ഷൻ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു ബോഡിയിലൊരു ഓറയുണ്ട്. പക്ഷേ ഇത് ജപിക്കുമ്പോൾ ഇതൊരു ബുദ്ധിസ്റ്റ്മാർ ഏറ്റവും കൂടുതൽ മോങ്സ് ജപിക്കുന്ന മന്ത്രങ്ങളിലൊന്നാണത്. പക്ഷെ മോങ്സ് പുറത്ത് പറയണമെന്നില്ല. അപ്പോൾ ഞാനിതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സോഴ്സ് എനിക്കുണ്ടായിരുന്നു. ഇതൊരു ഗ്രൂപ്പ് ഓഫ് മോങ്സ് ഇരുന്ന് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രൊണൗൺസിയേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് എന്തിനു വേണ്ടിയാണ്, ആർക്കൊക്കെ ചെയ്യാം, ഇങ്ങനെ പല സോഴ്സും ഞാൻ കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് ഇത് ജപിക്കാൻ തുടങ്ങിയത്. ജപിക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് ജപിക്കുന്നുണ്ട്. ഒരുപാട് പേര് സൈലൻ്റായിട്ടും ജപിക്കുന്നുണ്ട്, ഭയങ്കര ലൗഡായിട്ട് ജപിക്കുമ്പോൾ ഈ 3 അക്ഷരത്തിനും പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. ഓംകാരം നമ്മൾ ജപിച്ചു നോക്കിയേ, ഓം എടുക്കുന്ന രീതി, ഓം ഇങ്ങനെ ഭയങ്കര ദീർഘശ്വാസത്തിലെടുത്ത് ഗണ്ഡനാളത്തിൽ കൂടെ ആ ഫ്രീക്വൻസി പുറത്തേക്ക് പോകുമ്പം ഓം എന്ന് ഇങ്ങനെ അടഞ്ഞു നിൽക്കും, ഓം അല്ലേ. അത് കഴിയുമ്പോൾ ആ ഹ്രൂം കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇത് ആ ഒരു ഫ്രീക്വൻസി ചെയ്യുകയാണെങ്കിൽ ചിത്ര ചോദിച്ച ക്വസ്റ്റ്യന്
വലിയൊരു സപ്പോർട്ടീവായിട്ട് മാറും. ഇത് പലപ്പോഴും ആളുകളുണ്ടല്ലോ, ഇപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ട് ജപിക്കുന്ന ആൾക്കാരുണ്ട്. ഈ മന്ത്രങ്ങൾ സൈലന്റ് ആയിട്ട് ജപിക്കുന്നതും നമ്മൾ തുറന്ന ശബ്ദത്തോടുകൂടി ലൗഡായിട്ട് ജപിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെയൊക്കെ എഫക്റ്റ് വ്യത്യാസമായിരിക്കും. ഉറപ്പല്ലേ, രണ്ടും രണ്ട് രീതിയിൽ തന്നെ വ്യത്യാസമുണ്ടാവും. രണ്ട് റിസൾട്ടായിരിക്കും. നമുക്ക് ചില മന്ത്രങ്ങൾ, നമുക്ക് ചില ഉപദേശം തരുന്ന ഗുരുക്കന്മാർ പറയും ഇത് വളരെ സൈലൻ്റായിട്ട് ജപിക്കാൻ പറ്റുമെന്ന് പറയും. ചില മന്ത്രങ്ങൾ ലൗഡായിട്ട് തന്നെ ജപിക്കണം. പക്ഷേ ചിലതൊന്നും നമുക്കൊരിക്കലും ലൗഡായിട്ട് ജപിക്കാൻ പറ്റണമെന്നില്ല എല്ലാവർക്കും മുമ്പിലിരിക്കുന്ന സമയത്ത്. അപ്പോൾ സൈലൻ്റായിട്ട് ജപിക്കുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ അക്ഷരത്തെറ്റ് വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അക്ഷരത്തെറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ മന്ത്രത്തിൻ്റെ പൂർണ്ണമായിട്ട് വിപരീത ഫലമായിരിക്കും വരിക. അത് നമ്മൾ വെറുതെ, പിന്നെ ഉപദേശപ്രകാരം മാത്രമാണ് ചെയ്യേണ്ടത് എല്ലാ മന്ത്രങ്ങളും. ഇതിന് പ്രത്യേകിച്ച് ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ബുദ്ധിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ബുദ്ധിസ്റ്റ് മന്ത്രങ്ങളിൽ ഒന്നാണിത്. ജപിച്ചൊക്കെ തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ജപിക്കുന്നത് തെറ്റായിരിക്കോ, അല്ലെങ്കിൽ വേറൊരാൾ കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് തെറ്റ് പറയോ, ശരിയായിരിക്കോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ്റെ പുറത്ത് നമ്മൾ ജപിക്കുമ്പോഴും, കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മളത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് ജപിക്കുമ്പോഴും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവില്ലേ? എന്തായാലും ചിത്രം, ഇതിനകത്ത് ഈ ബിഗിനേഴ്സൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ഗുരുപദേശ പ്രകാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു ഗുരു എന്തായാലും വേണം. അല്ലെങ്കിൽ അറിയാവുന്ന ആരുടെയെങ്കിലും ഒരു ഗൈഡായിട്ടോ മെൻറ്ററായിട്ടോ, എസ്പെഷ്യലി നല്ല ജപം ഉദ്ദേശിച്ചത് ഭയങ്കരമായ മൂലമന്ത്രങ്ങളോ അല്ലെങ്കിൽ ഉപദേശപ്രകാരം കിട്ടുന്ന മന്ത്രങ്ങളോ ഗുരു ഇല്ലാതെ ചെയ്യരുത്. കാരണം തെറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബിഗിനേഴ്സ് ആകുമ്പോൾ തെറ്റ് വരും. തെറ്റിൽ നിന്ന് മാത്രമേ ശരിയിലേക്ക് വരുള്ളൂ. ചില മന്ത്രങ്ങൾ നമുക്ക് ഈസിയായിട്ട് ജപിക്കാൻ പറ്റും. ഇപ്പോൾ ഓംകാരം എല്ലാവർക്കും ജപിക്കാം. പക്ഷേ ഈ ഓംകാരം വന്നിട്ട് ബാക്കി വരുന്ന അക്ഷരങ്ങൾക്ക് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മാറിയാൽ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ വിപരീത ഫലം വരികയും ചെയ്യും, അർത്ഥം മാറുകയും ചെയ്യും. ഇപ്പോൾ എല്ലാവരും സ്ഥിരമായിട്ട് ജപിക്കുന്ന മന്ത്രങ്ങളിലൊന്നാണ് മൃത്യുഞ്ജയ മന്ത്രം, അല്ലേ? മൃത്യുഞ്ജയ മന്ത്രം ആർക്കൊക്കെ ജപിക്കാം, ജപിച്ചുകൂടാ എന്ന് ഏതെങ്കിലും തിരുമേനിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും, അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കാൻ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊരു ശീലമാണ്. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ രാവിലെ ഒരു 2-നും 3-നും ഇടയ്ക്ക് എൻ്റെ റൂമിൽ ആരോ വന്ന് നോക്ക് ചെയ്യുന്നു. ഞാൻ വന്ന് സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞു സെക്യൂരിറ്റി അല്ല, അവിടെ ആരുമില്ല, രുദ്രനാണ് എന്നൊരു തിരുമേനി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ രുദ്രൻ വന്ന് മുട്ടുക എന്ന് വെച്ചാൽ രുദ്രന് അതെന്തിനാണ് ഇവിടെ വന്ന് മുട്ടുന്നത്? ഇപ്പോൾ ഒരു രുദ്രൻ്റെ മന്ത്രം രാത്രി ജപിച്ചിട്ട് കിടക്കും. ഉപദേശപ്രകാരം കിട്ടിയതൊന്നുമല്ല. ഇത് യൂട്യൂബിൽ നോക്കിയിട്ട് രുദ്രനുമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ആ മന്ത്രം കേട്ടപ്പോൾ കേൾക്കാൻ ഭയങ്കര സുഖമുണ്ട്. അപ്പോൾ അവർ ജപം തുടങ്ങി. കുറേ ദിവസമായപ്പം രാത്രി റൂമിൽ സ്ഥിരം മുട്ടുന്നു. ഇവരൊരു ദൈവജ്ഞൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, രുദ്രനാണ് മുട്ടുന്നത്, നിങ്ങൾ രുദ്രൻ്റെ മന്ത്രം ജപിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോഴേ ഇവർ പറയുന്നത് അതേ, ഞാൻ ജപിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം എല്ലാം കണക്റ്റഡ് അല്ലേ? നമ്മൾ ചില മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്ര പവർഫുള്ളായിരിക്കും, സ്വാഭാവികമായിട്ട് റിയാക്ഷൻസ് ഉണ്ടാവും. എന്തും ഒരു ഉപദേശപ്രകാരം ചെയ്യുന്നതാണ് നല്ലത്.